ഹലോ മക്കളെ, നമ്മൾ ഇന്ന് 9th കെമിസ്ട്രിയിലെ 5ാമത്തെ പാഠം കെമിക്കൽ കൈനറ്റിക്സ് ഹാഫ് ഇയർലി എക്സാമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ചാപ്റ്ററിനെ നമുക്ക് 3 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പിന്നെ രണ്ടാമത്തെ ടോപ്പിക്കിൽ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ആണ്. അതിൽ 4 ടൈപ്പ് ഓഫ് റിയാക്ഷൻ പഠിക്കാനുണ്ട്. കോമ്പിനേഷൻ, അതുപോലെ ഡീകമ്പോസിഷൻ, ഡബിൾ ഡീകമ്പോസിഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. അതിൽ പ്രധാനമായിട്ട് 5 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് നേച്ചർ ഓഫ് റിയാക്ടൻ, രണ്ടാമത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻ, മൂന്നാമത്തത് സർഫസ് ഏരിയ, നാലാമത്തത് ടെമ്പറേച്ചർ, അഞ്ചാമത്തത് കാറ്റലിസ്റ്റ്. 1 by 1 നമുക്ക് ഓരോ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിക്കൽ ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ടേബിൾ 5.1 ഫിസിക്കൽ ചേഞ്ച് എന്താണ്, കെമിക്കൽ ചേഞ്ച് എന്താണ്, ഒരു സിറ്റുവേഷൻ തരും നമുക്ക്. എന്നിട്ട് നമ്മോട് പറയാം, ഇതിനെ ടേബിൾ ചെയ്യാൻ പറയും. ഇത് ഫിസിക്കൽ ചേഞ്ച് ആണോ അതോ കെമിക്കൽ ചേഞ്ച് ആണോ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി ചേഞ്ച് ആണ്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് ചേഞ്ച് ആണ്. കെമിക്കൽ ചേഞ്ചിൽ ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യും. ഫിസിക്കൽ ചേഞ്ചിലാണെങ്കിൽ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആ പഴയ സ്റ്റേറ്റിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനും പറ്റും. അത്തരം ചേഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ചേഞ്ച്. പക്ഷേ കെമിക്കൽ ചേഞ്ച് ആണെങ്കിൽ ഒരു സബ്സ്റ്റൻസ് പൂർണ്ണമായിട്ടും വേറൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് അതിന് പെർമനൻറ്റ് ചേഞ്ച് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത്. പിന്നെ നമ്മളിവിടെ കുറച്ചൊരു എക്സ്പെരിമെൻറ്റ്സ് പറയുന്നുണ്ട്. ഈ എക്സ്പെരിമെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ടേബിളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് ഈ ടേബിൾ പ്രധാനമായിട്ടും പറയുന്നത് ഒരു കെമിക്കൽ ചേഞ്ച് നടന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒന്നാമത്തെ എക്സ്പെരിമെൻ്റൽ ബേസിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്. കളർ നോക്കിയിട്ട് പറയാൻ പറ്റും, അതുപോലെ ബബിൾസ് നോക്കിയിട്ട് പറയാൻ പറ്റും, അതുപോലെ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ, അതുപോലെ ഗ്യാസ് ഫോം ചെയ്തത്. ഇതിൻ്റെ ബേസിലൊക്കെയാണ് നമുക്ക് ഒരു കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് റിയാക്ഷനെ വിളിക്കുന്നവരാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. നമ്പർ 1 കോമ്പിനേഷൻ റിയാക്ഷൻ. എല്ലാവരും ഡെഫിനേഷൻ പഠിക്കണം. അപ്പോൾ എന്താണ് കോമ്പിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 or more സിമ്പിൾ സബ്സ്റ്റൻസസ്. അതൊരു സിമ്പിൾ സബ്സ്റ്റൻസ് ആണ്. O2 വേറൊരു സിമ്പിൾ സബ്സ്റ്റൻസ് ആണ്. രണ്ടുപേരും കൂടി ചേർന്നാൽ ഒരു സിംഗിൾ കോമ്പൗണ്ട് ആയിട്ട് മാറും. ഇത്തരം റിയാക്ഷനെ വിളിക്കുന്നവരാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഇനി രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ്റെ ഡെഫിനേഷൻ എല്ലാവരും പഠിക്കണം. ഇറ്റ്സ് എ റിയാക്ഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ കോമ്പൗണ്ട് ബ്രേക്സ് ഡൗൺ ഇൻ ടു 2 or more സബ്സ്റ്റൻസസ്. അപ്പോൾ ഈ കേസിൽ ഈ CaCO3 ഒരു എക്സാമ്പിൾ എടുക്കാം. ഇതൊരു സിംഗിൾ കോമ്പൗണ്ട് ആണ്. ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോമ്പൗണ്ടുകളാക്കി മാറ്റാം? 2 ഒന്നിലധികം സിമ്പിൾ സബ്സ്റ്റൻസുകളാക്കി മാറ്റാം. ഇത്തരം റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇനി മൂന്നാമത്തെ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഡെഫിനേഷൻ എല്ലാവരും പഠിക്കണം. ഇനി ഇതുമായി ബന്ധപ്പെട്ടൊരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കുക, NaCl AgNO3. എണ്ണയുടെ കൂടെ Cl ഉണ്ട്, Agയുടെ കൂടെ NO3 ഉണ്ട്. പക്ഷെ റിയാക്ഷൻ കഴിയുമ്പോൾ എണ്ണയുടെ കൂടെയുള്ള Cl എങ്ങോട്ട് പോയി മക്കളെ? Agയുടെ കൂടെ പോയി. അപ്പോൾ അതെന്തായിട്ട് മാറും? AgCl ആയിട്ട് മാറി. അതുപോലെ AgNO3യുടെ കൂടെയുള്ള NO3 ആരുമായിട്ട് കൂടിച്ചേരും? സോഡിയമായിട്ട് കൂടിച്ചേർന്നിട്ട് NaNO3 ആയിട്ട് മാറും. അപ്പോൾ പരസ്പരം ഇവർ അയോൺസിനെ ഇന്റർചേഞ്ച് ചെയ്യാണ്. ഇത്തരം റിയാക്ഷന് പറയുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഇനി നാലാമത്തെ റിയാക്ഷൻ്റെ പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ ഇൻ വിച്ച് എൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ എലമെന്റ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എല്ലാവരും ഇതിന്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ സിങ്ക് ഉണ്ട്, അതുപോലെ HCl ഉണ്ട് അല്ലേ. ഈ HClലെ ഹൈഡ്രജനെ ആര് വന്ന് ഡിസ്പ്ലേസ് ചെയ്യും? സിങ്ക് വന്നിട്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യും? അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യും. എന്നിട്ട് ആ പൊസിഷനിൽ ആര് കയറിയിരിക്കും? സിങ്ക് കയറിയിരിക്കും. അപ്പോൾ ഒരു എലമെന്റ് വന്ന് വേറൊരു എലമെന്റിനെ ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത്തരം റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ഈ ടൈപ്സ് ഓഫ് റിയാക്ഷൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ റിയാക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് ആണ്, രണ്ടാമത് ഡീകമ്പോസിഷൻ ആണ്, മൂന്നാമതും ഡീകമ്പോസിഷൻ ആണ്, നാലാമത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ഡീകമ്പോസിഷൻ ആണ്, അഞ്ചാമത്തത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഈ രീതിയിലാണ് പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ്റെ സ്പീഡ്. കെമിക്കൽ റിയാക്ഷൻ, ചില റിയാക്ഷൻസ് വളരെ സ്പീഡിൽ നടക്കാം, ചിലത് വളരെ സ്ലോ ആയിട്ട് നടക്കാം. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് റിയാക്ഷൻസിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫാസ്റ്റ് റിയാക്ഷനും രണ്ടാമത് സ്ലോ റിയാക്ഷനും.
അപ്പോൾ ഇവിടെ നമുക്കൊരു 4 എക്സാമ്പിൾസ് ഉണ്ട്. ഇത് ഫാസ്റ്റ് ആണോ സ്ലോ ആണെന്ന് കണ്ടെത്തണം. എക്സ്പ്ലോഷൻ ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. റസ്റ്റിംഗ് ഓഫ് അയൺ സ്ലോ റിയാക്ഷൻ ആണ്. അതുപോലെ ചേഞ്ചസ് ഇൻ റോക്സ് ഡ്യൂ ടു കെമിക്കൽ വെതറിങ് അതൊരു സ്ലോ റിയാക്ഷൻ ആണ്. ഫില്ലിംഗ് ഓഫ് ഡെന്റൽ ക്യാവിറ്റി ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ പഠിച്ചാൽ മതി. ഫാസ്റ്റ് റിയാക്ഷനും സ്ലോ റിയാക്ഷനും എക്സാമ്പിൾ പഠിക്കുക കേട്ടോ. ഇത്രയും അവിടെ പഠിക്കാനുള്ളൂ. അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അടുത്ത നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. എത്ര ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്? ടോട്ടൽ 5 എണ്ണം പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തതാണ് നേച്ചർ ഓഫ് റിയാക്റ്റൻസ്. നേച്ചർ ഓഫ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റൻറ്റിൻ്റെ സ്വഭാവം. ഒരു റിയാക്ഷൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഘടകം നമുക്കൊരു ഫാക്ടറാക്കി എടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഒരു നേച്ചർ ഓഫ് റിയാക്റ്റൻറ്റ്. റിയാക്റ്റൻറ്റിൻ്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് റിയാക്ഷൻ്റെ സ്പീഡും മാറും. അത്രയും ഇവിടെ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ആണ്. കോൺസെൻട്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നമുക്കറിയാം ഏതിലാണോ നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഏറ്റവും കൂടുതൽ, ഓക്കെ, പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ പറയുക. അളവ് കൂടുന്തോറും ആ റിയാക്ഷൻ്റെ സ്പീഡും കൂടും. ഇവിടെ ഒരു ഫിഗർ 5.7 ഉണ്ട്. ടെസ്റ്റ് ട്യൂബ് 1ഉം ടെസ്റ്റ് ട്യൂബ് 2ഉം. ഏതിലായിരിക്കും സ്പീഡിൽ റിയാക്ഷൻ നടക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ടെസ്റ്റ് ട്യൂബ് 1ലാണ് റിയാക്ഷൻ സ്പീഡിൽ നടക്കുക. കാരണം അതിൽ കോൺസെൻട്രേറ്റഡ് HCl ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഡൈല്യൂട്ട് HCl ആണ്. കോൺസെൻട്രേറ്റഡ് HCl ആകുന്ന സമയത്ത് എന്താ ഇവിടെ റിയാക്ഷൻ സ്പീഡിൽ നടക്കാനുള്ള കാരണം? ഓക്കെ, അപ്പോൾ വെൻ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ആയാലോ കൊളിഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസ് ആവും. ദെൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ആവും. ഒരു 4 സ്റ്റെപ്പ് പഠിക്കണം. ആ 4 സ്റ്റെപ്പ് അതുപോലെ പഠിച്ചു വെക്കുക. 4 സ്റ്റെപ്പ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. വെൻ കോൺസെൻട്രേഷൻ ഇൻക്രീസസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ്, ദെൻ കൊളിഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, ദെൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. അങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ കാണാൻ പറ്റും. ഇതിൽ ഏത് ഫിഗറിലാണ് റിയാക്ഷൻ വളരെ സ്പീഡിൽ നടക്കുന്നത് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റുക? നമുക്ക് നിങ്ങൾക്ക് ബബിൾസ് നോക്കാം അല്ലെ. ഏറ്റവും കൂടുതൽ ബബിൾസ് ഫോം ചെയ്യുന്നത് രണ്ടാമത്തെ ബീക്കറിലാണ്, അതായത് പൗഡേർഡ് മാർബിൾ. എന്തുകൊണ്ടായിരിക്കും പൗഡേർഡ് മാർബിൾ റിയാക്ഷൻ വളരെ സ്പീഡിൽ നടക്കാനുള്ള കാരണം? അപ്പോൾ അതിന് ആൻസർ നമ്മൾ സർഫസ് ഏരിയ വെച്ചിട്ടാണ് അതിന് ആൻസർ പറയേണ്ടത് കേട്ടോ. സർഫസ് ഏരിയ. ഈ കേസിൽ പൗഡേർഡ് ഫോമിൽ സർഫസ് ഏരിയ വളരെ കൂടുതലായിരിക്കും, പീസ് ഓഫ് മാർബിളിൻ്റെ സർഫസ് ഏരിയ കുറവായിരിക്കും. അപ്പോൾ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റും ഇൻക്രീസ് ആവും. ഇത് 4 സ്റ്റെപ്പ് രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കണം. ആ 4 സ്റ്റെപ്പ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്ന്, വെൻ സർഫസ് ഏരിയ ഇൻക്രീസസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസസ്, കൊളിഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഇൻക്രീസസ്, ദെൻ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. ഇതിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻസ് വരാം. ഈ മാർബിളിന് വിളിക്കുന്ന പേരാണ് കാൽഷ്യം കാർബണേറ്റ്. അത് HClയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിയാക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് കേട്ടോ. അപ്പോൾ ഈ റിയാക്ഷൻ എല്ലാവരും എഴുതി പഠിക്കണം. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. ക്വസ്റ്റ്യൻസ് അതായത് ഇപ്പോൾ എഗ് ഷെൽ, പീസ് ഓഫ് എഗ് ഷെൽ. ഇപ്പോൾ നമ്മളൊരു 2 ടെസ്റ്റ് ട്യൂബ് എടുത്തു. രണ്ടിലും ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുക്കുന്നത്. ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ പീസ് ഓഫ് എഗ് ഷെൽ എടുത്തു. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എടുക്കുന്നത് പൗഡേർഡ് എഗ് ഷെല്ലാണ്. ഏത് ടെസ്റ്റ് ട്യൂബിലായിരിക്കും ഏറ്റവും വേഗത്തിൽ റിയാക്ഷൻ നടക്കുക? അത് പൗഡേർഡ് എഗ് ഷെല്ലുള്ള കേസിലായിരിക്കും. എന്തുകൊണ്ടാണ്? അതിനാണ് സർഫസ് ഏരിയ ഏറ്റവും കൂടുതൽ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച അതേ ഡെഫിനിഷൻ ഇവിടെ ഉത്തരമായിട്ട് എഴുതുക. ഇനി അടുത്തത് ഫയർ ക്രാക്കേഴ്സിൻ്റെ ചോദ്യമുണ്ട്. മഗ്നീഷ്യം സാധാരണ പൗഡേർഡ് ഫോമിലാണ് ഇതിൽ യൂസ് ചെയ്യാറ്. എന്തുകൊണ്ടായിരിക്കും? അതിനും സെയിം ആൻസർ തന്നെയാണ്. പൗഡേർഡ് ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടുന്ന സമയത്ത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുന്ന സമയത്ത് കൊളിഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് കൂടും. ദെൻ റേറ്റ് ഓഫ് റിയാക്ഷനും ഇൻക്രീസസ്. ഇനി 4ാമത്തെ ഫാക്ടർ ടെമ്പറേച്ചറാണ് മക്കളെ. ടെമ്പറേച്ചറിൽ ഒറ്റ കാര്യം പഠിക്കാനുള്ളൂ. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. ഇവിടെ നമുക്ക് ചെറിയൊരു റിയാക്ഷൻ പറയുന്നുണ്ട്. ദ റിയാക്ഷൻ ബിറ്റ്വീൻ അമോണിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇവർ തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഗ്യാസ് ഉണ്ടാവും. ആ ഗ്യാസിൻ്റെ പേരാണ് മക്കളെ അമോണിയ. പേരാണ് അമോണിയ. അമോണിയയുടെ പ്രത്യേകത അമോണിയക്ക് പഞ്ചൻ്റ് സ്മെല്ലായിരിക്കും. ഇനി ഈ ടെസ്റ്റ് ട്യൂബിന് ഞാൻ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അമോണിയ ഗ്യാസിൻ്റെ അളവ് കൂടും. കാരണം എന്താണ്? കാരണം നമ്മൾ ടെമ്പറേച്ചർ കൂട്ടില്ലേ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റിയാക്ഷൻ റേറ്റ് കൂടും. റിയാക്ഷൻ റേറ്റ് കൂടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് റേറ്റ് ഓഫ് റിയാക്ഷൻ സംഭവിക്കുക എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിനെ 4 സ്റ്റെപ്പായിട്ട് എഴുതണം. ഒന്ന്, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ത്രെഷോൾഡ് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസസ് എന്ന് എഴുതുക. 3ാമത്തെ സ്റ്റെപ്പിൽ കൊളിഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ഇൻക്രീസസ്. 4ാമത്തെ സ്റ്റെപ്പിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. ഈ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ. പിന്നീട് 5ാമത്തെ നമ്മുടെ ഫാക്ടർ എന്ന് പറയുന്നത് കാറ്റലിസ്റ്റ് ആണ് മക്കളെ. കാറ്റലിസ്റ്റിൽ നമുക്ക് പ്രധാനമായിട്ടും 4 കാറ്റലിസ്റ്റുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്.
ഒന്നാമത്തെ കാറ്റലിസ്റ്റ് ആണ് Fe. രണ്ടാമത്തെ കാറ്റലിസ്റ്റ് V2O5. മൂന്നാമത്തെ കാറ്റലിസ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. മൂന്നാമത്തെ കാറ്റലിസ്റ്റ് ആണ് MnO2, അതായത് മാംഗനീസ് ഡയോക്സൈഡ്. നാലാമതൊരു കാറ്റലിസ്റ്റും കൂടി ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, അതിൻ്റെ പേരാണ് അമിലേസ്. നാലാമത്തെ കാറ്റലിസ്റ്റിൻ്റെ പേരാണ് അമിലേസ്. ഈ 4 കാറ്റലിസ്റ്റുകളെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് കാറ്റലിസ്റ്റ് എന്ന് പഠിക്കണം. കാറ്റലിസ്റ്റിന്റെ ഡെഫിനിഷൻ എല്ലാവരും പഠിച്ചു നോക്കണം. എന്താണ് കാറ്റലിസ്റ്റ്? സബ്സ്റ്റൻസസ് ദാറ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിത്തൗട്ട് ദംസെൽസ് അണ്ടർഗോയിങ് എനി പെർമനന്റ് കെമിക്കൽ ചേഞ്ച് ആർ കോൾഡ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഇനി ഈ 4 കാറ്റലിസ്റ്റുകൾ എവിടെയാണ് യൂസ് ചെയ്യാറ്? ഒന്നാമത്തെ കേസ് MnO2. MnO2 നമ്മൾ യൂസ് ചെയ്യുന്നത് മക്കളെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ ആണ്. അപ്പോൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഇൻ ദ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഏത് കാറ്റലിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്? MnO2. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. MnO2 എവിടെ യൂസ് ചെയ്യാം? ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇനി രണ്ടാമത്തെ കാറ്റലിസ്റ്റ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള MnO2 കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ സ്പീഡും കൂടും കേട്ടോ. ഇനി രണ്ടാമത്തെ കാറ്റലിസ്റ്റ് അയൺ ആണ്. അയൺ എവിടെ യൂസ് ചെയ്യുന്നത്? മാനുഫാക്ചർ ഓഫ് അമോണിയ. അമോണിയയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ആണ് Fe. അത് അടുത്തത് V2O5. V2O5 എന്ന് പറഞ്ഞാൽ വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. ഇത് ഉപയോഗിക്കുന്നത് കോണ്ടാക്ട് പ്രോസസ്സിലാണ്. കോണ്ടാക്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിനെ നിർമ്മിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോണ്ടാക്ട് പ്രോസസ്സ്. ഈ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് V2O5 ആയിരിക്കും കേട്ടോ. അടുത്ത ലാസ്റ്റ് വൺ, നമ്മുടെ സലൈവയിലൊക്കെ കാണപ്പെടുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ് അമിലേസ്. അമിലേസിന്റെ പ്രത്യേകത, ഇറ്റ് കൺവേർട്ട് സ്റ്റാർച്ച് ഇൻ ടു മൾട്ടോസ്. ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. അപ്പോൾ എന്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ ചേഞ്ച്, ഫിസിക്കൽ ചേഞ്ച്, പിന്നെ പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ 4 ടൈപ്പ് ഉണ്ട്. അതിനുശേഷം പഠിക്കേണ്ടത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ, പിന്നെ അതിൻ്റെ ഇടയിൽ സ്ലോ റിയാക്ഷനും ഫാസ്റ്റ് റിയാക്ഷനും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് 5ാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഓക്കെ.